ഇന്ന് കൊൽക്കത്തയ്ക്കെതിരെയായിരുന്നു മുംബൈ ടീമിൻ്റെ അവസാന പ്രതീക്ഷ. എന്നാൽ മുംബൈക്ക് കളി ജയിക്കാൻ സാധിച്ചില്ല. സൂര്യകുമാർ തൻ്റെ കഴിവിൻ്റെ പരമാവധി നോക്കി. എന്നിട്ടും മുംബൈ ടീം കളി തോറ്റു. മറ്റാരും തന്നെ ഫോം ആവുന്നില്ല. സൂര്യ ഒറ്റയ്ക്ക് വിചാരിച്ചിട്ട് മുംബൈ ടീമിനെ രക്ഷപ്പെടുത്താൻ സാധിക്കില്ലെന്ന് സൂര്യയ്ക്ക് മനസ്സിലായി. ഇന്ന് കളി തോറ്റ ശേഷം സൂര്യ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. സൂര്യ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഇന്ന് പുറത്തെടുത്തു. എന്നിട്ടും ജയിപ്പിക്കാൻ സാധിച്ചില്ല. എനിക്ക് സപ്പോർട്ടായിട്ട് ആരെങ്കിലും ഇന്ന് കളിച്ചുവെങ്കിൽ ഞാൻ ടീമിനെ ജയിപ്പിക്കുമായിരുന്നു. പക്ഷേ ആരും തന്നെ ഫോമായില്ല. ടിം ഡേവിഡ് കുറച്ചു നേരം എനിക്ക് സപ്പോർട്ട് തന്നു. പക്ഷേ എനിക്ക് കളി ജയിപ്പിക്കാൻ സാധിച്ചില്ല. പാണ്ഡ്യ ക്യാപ്റ്റനായ ശേഷം മുംബൈ ടീമിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പഴയ മുംബൈ ടീമല്ല ഇപ്പോഴത്തേത്. പണ്ടത്തേതാണെങ്കിൽ ഇപ്പോൾ മുംബൈ കളി ജയിച്ചേനെ. മുംബൈ ടീം ഈസിയായിട്ട് പ്ലേ ഓഫിലും എത്തിയേനെ. പക്ഷേ ഈ ഒരു മുംബൈ ടീം എവിടെയും എത്തില്ല. പാണ്ഡ്യ ക്യാപ്റ്റൻ ആയതുകൊണ്ട് മുംബൈ ടീം മോശമായിരിക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് മുംബൈ ടീം മുന്നോട്ട് പോകുന്നതെങ്കിൽ എനിക്ക് മുംബൈ ടീമിൽ നിൽക്കാൻ സാധിക്കില്ല. എൻ്റെ മനസ്സിലൊരു മുംബൈ ടീമുണ്ട്. അവിടെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയാണ്. അതുകൊണ്ട് മാനേജ്മെൻറ്റ് കാര്യങ്ങൾ നന്നായി പഠിച്ചിട്ട് അടുത്ത സീസണിൽ നല്ലൊരു ക്യാപ്റ്റനെ പ്രഖ്യാപിക്കണമെന്ന് സൂര്യകുമാർ വ്യക്തമാക്കി. മുംബൈ ആരാധകർ നിരാശയിലാണ്. മുംബൈ അങ്ങനെ പ്ലേ ഓഫ് കാണാതെ പുറത്തായിരിക്കുകയാണ്. ഇനി മുംബൈക്ക് ഒരിക്കലും പ്ലേ ഓഫിലെത്താൻ സാധിക്കില്ല. എല്ലാ മാച്ച് ജയിച്ചാലും 12 പോയിന്റ് മാത്രമേ നേടാൻ സാധിക്കൂ. മുംബൈ ടീം ഒഫീഷ്യലി പുറത്തായിരിക്കുകയാണ്. പാണ്ഡ്യയെ ക്യാപ്റ്റനാക്കിയതോടെ മുംബൈ ടീം പൊട്ടുമെന്ന് ആരാധകർ കരുതിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. ഒരുപക്ഷെ അടുത്ത സീസണിൽ രോഹിത് ശർമ്മ തന്നെ ക്യാപ്റ്റനാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.